അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 1. നിസ്കാരം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. നിസ്കാരം ദീനിന്റെ തൂണാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. സമയനിഷ്ഠ. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല. ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. എന്നാൽ അതിന് ഖളാ വീട്ടൽ വാജിബാണ്. അത്തദ്രീബാത്ത്. ഉത്തരം പറയാം. 1. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. 2. രക്ഷിതാക്കളുടെ കടമ എന്ത്? ഉത്തരം: 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. പൂർത്തിയാക്കാം. 1. ഇസ്ലാം കാര്യങ്ങളിൽ നിസ്കാരമാകുന്നു. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. 2. നിസ്കാരം തൂണാണ്. നിസ്കാരം ദീനിന്റെ തൂണാണ്. 3. ശാരീരിക നിസ്കാരം. ഉത്തരം: ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം.